അമേരിക്ക വ്യാപാര കരാറിൽ കേന്ദ്ര സർക്കാരിനെ നിർത്തിപ്പൊരിച്ച് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി. ഭാരതമാതാവിനെ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് വിറ്റു. ഇന്ത്യക്കാർ വേലക്കാരില്ലെന്ന് മോദി ട്രംപിനോട് പറയണം. ഇന്ത്യ ആരുടെ എണ്ണ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെന്നും ബജറ്റ് ചർച്ചയിൽ രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. Bharat Mata, do you have no shame? But sir, the interesting thing is, the interesting thing is that I know that the Prime Minister would not sell India under normal circumstances. You have sold our mother, Bharat Mata, do you have no shame? കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുള്ള രാഹുലിന്റെ പ്രസംഗം പ്രതിപക്ഷം പലവട്ടം തടസ്സപ്പെടുത്തി. ഓരോ പ്രയോഗത്തിലും കിരൺ റിജിജു ഇടപെട്ടു. അപകീർത്തികരമായ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കുമെന്നും ചെയറിന്റെ റൂളിംഗ്. അനിൽ അംബാനിയെക്കുറിച്ച് സംസാരിക്കാനും അനുവാദം നൽകിയില്ല. ലിജോ വർഗീസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിജോ, വലിയ പ്രതിഷേധമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തുടങ്ങിയത് മുതൽ ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അത് തടസ്സപ്പെടുത്തുന്നത് കണ്ടു. പക്ഷേ അതിലൊന്നും ഒരു തരത്തിലും പിന്നോട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പ്രധാനമന്ത്രിയെ ലക്ഷ്യമിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. ഇന്ത്യയെ വിറ്റു, ഭാരതമാതാവിനെ അമേരിക്കയ്ക്ക് അടിയറവ് പറഞ്ഞു എന്ന അതടക്കം രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. രുചീഷ്, ബജറ്റിന്മേലുള്ള ചർച്ചയിലാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ബജറ്റും ഇന്ത്യ US കരാറും ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമുണ്ടായത്. അതായത് നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ച ബജറ്റ് അത് യഥാർത്ഥത്തിൽ ഇന്ത്യ US കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ കരാറിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു ആ ബജറ്റിൽ മുഴുവനായി ഉണ്ടായിരുന്നത് എന്നുള്ള ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണമെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. ആ തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. അതിന് അദ്ദേഹം പറയുന്ന കാര്യം നരേന്ദ്രമോദി പല കാര്യങ്ങളിലും ഇപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ എന്നത് പൂർണ്ണമായും അതിൽ വിട്ടുവീഴ്ച നടത്തിയിരിക്കുന്നു, അതിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് പൂർണ്ണമായും വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ കർഷകരെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന കർഷകർക്ക് വലിയ തരത്തിൽ ദോഷമുണ്ടാവുന്ന തരത്തിൽ ആണ് ആ കരാർ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ 150 കോടിയോളം വരുന്ന ജനങ്ങൾ ഈ ജനങ്ങളുടെ ഡേറ്റ പൂർണ്ണമായും അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അങ്ങനെ ആ കൈമാറ്റത്തിലൂടെയാണ് ഈ കരാർ സാധ്യമായത് എന്നുള്ള ആരോപണം കൂടി ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അതിൽ അദ്ദേഹം ഏറ്റവും രൂക്ഷമായി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു കരാർ അത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ ഇല്ലാതാക്കുന്നു, ഇന്ത്യയുടെ കർഷകരെ വലിയ തരത്തിൽ ദുരിതത്തിലേക്ക് തള്ളിവിടുന്നു, ഇന്ത്യയുടെ ജനങ്ങളുടെ ഡേറ്റ പൂർണ്ണമായി കൈമാറുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഏറ്റവും ഒടുവിലായി വരുന്ന വിവര സാങ്കേതിക വിദ്യയ്ക്കായി പൂർണ്ണമായും ഇന്ത്യയെ തുറന്നു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന തരത്തിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഏതാണ്ട് 0% ബംഗ്ലാദേശിൽ പരുത്തിയുടെ ഇറക്കുമതി നടക്കുക. അത് ഇന്ത്യയിൽ 18% അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്യാൻ ആവശ്യമായി വരിക. അതോടുകൂടി പൂർണ്ണമായും ടെക്സ്റ്റൈൽ മേഖല തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ അതായത് അമേരിക്ക നേരത്തെ 25% ചുങ്കം ഏർപ്പെടുത്തുന്നു, പിന്നീട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കാരണം പറഞ്ഞത് 50% ഉയർത്തുന്നു. ആ ഘട്ടത്തിലൊക്കെ 3% മാത്രം നികുതി ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% നികുതി ഉയർത്തുന്നു. അതായത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണകരമാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ധാരണയായിരിക്കുന്ന കരാർ എന്ന് പറയുന്നത് കൂടുതൽ നികുതി നിരക്കിൽ ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള അവസരമായി അമേരിക്കയ്ക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴുത്തിൽ ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ കരാർ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായി പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റിൽ അതിൽ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും അദാനി കേന്ദ്രീകരിച്ചാണ്. അദാനിക്ക് വേണ്ടിയാണ് അത്തരത്തിലൊരു ബജറ്റ് ഉണ്ടായിരിക്കുന്നത്. അദാനിക്ക് അമേരിക്കയിൽ ഒരു കേസുണ്ട്. ആ കേസ് നിലനിർത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ കേസിൽ നിന്ന് അദാനിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പ്രതിരോധ ബജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയ ഗുണം ചെയ്യുന്ന തരത്തിലാണ്. അങ്ങനെ പൂർണ്ണമായും അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന തരത്തിലൊരു ബജറ്റ് രൂപപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ്ട് 20 വർഷത്തേക്ക് പൂർണ്ണമായും ഡിജിറ്റൽ ടാക്സ് എന്നത് ഒഴിവാക്കി അമേരിക്കൻ കമ്പനികൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. അത് പൂർണ്ണമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടെക്സ്റ്റൈൽ മേഖല, കാർഷിക മേഖല, ഡിജിറ്റൽ മേഖല, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ
പൂർണ്ണമായിട്ടുള്ള ഡേറ്റ അങ്ങനെ എല്ലാം കൈമാറിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. ലിജോ, അതിരൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിലായിരുന്നു ഭരണപക്ഷത്തിന്റെ നീക്കമെങ്കിൽ ഇത്തവണ സംസാരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കും നോക്കി ആ വാക്കിൽ ഉള്ള ചെറിയ പിഴവുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം അത് ചട്ടലംഘനമായി മാറും എന്ന് സൂചന ഉള്ള ഒരു കാര്യമെന്നാൽ ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്ന് അതിനെ പ്രതിരോധിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഭരണപക്ഷം സഭയിൽ കണ്ടത്. ഈ ബജറ്റ് സമ്മേളനം തുടങ്ങിയ കാലം മുതൽ തന്നെ അല്ലെങ്കിൽ തുടങ്ങിയപ്പോൾ മുതൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഭരണപക്ഷം വലിയ തോതിൽ തടസ്സപ്പെടുത്തുകയും അതിൽ സ്പീക്കർ ഓം ബിർളയ്ക്കും വലിയ തരത്തിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായതാണ്. അതിന്റെ ഭാഗമായാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി സ്പീക്കർ ഓം ബിർളയല്ല ഇന്ന് സഭയിൽ ഉണ്ടായിരുന്നത്, ജഗദാംബിക പാലാണ് ഇന്ന് സ്പീക്കറുടെ കസേരയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം നിരന്തരം രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോഴൊക്കെ തടസ്സപ്പെടുത്തുന്നത് കാണുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ചും മന്ത്രിമാരെല്ലാവരും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്നാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഏതാണ്ട് 55 മിനിറ്റോളം മാത്രം നീണ്ടുനിന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിനിടയിൽ പലപ്പോഴായി അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നത് കാണാം. റൂളുകളും ചട്ടങ്ങളും ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു പലപ്പോഴും കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരും അദ്ദേഹത്തെ എതിർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് ഈ പ്രസംഗം പൂർണ്ണമായി പറയാൻ അനുവദിക്കുന്നില്ല. അതിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണം, പ്രത്യേകിച്ച് എപ്സ്റ്റീൻ ഫയൽ അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. ആ ഘട്ടത്തിലൊക്കെ ഇന്ന് ഭരണപക്ഷത്തെ മന്ത്രിമാരും മറ്റ് എംപിമാരും എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിക്കുകയും അവരതിൽ വിമർശനം ഉന്നയിക്കുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും 50 മിനിറ്റ് നീണ്ട ഒരു പ്രസംഗത്തിനിടയിൽ വലിയ തോതിൽ അതിരൂക്ഷമായ ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കുമെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൽ പല പരാമർശങ്ങളും സഭാരേഖകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രസംഗം അത് വലിയ തോതിൽ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ചർച്ചയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരതമാതാവിനെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഭാരതമാതാവിനെ തന്നെ വിൽക്കുന്ന തരത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിരിക്കുന്നു. അതിൽ കേന്ദ്ര സർക്കാരിന് നാണമില്ലേ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. ശരി ലിജോ, എന്തായാലും പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ്. പ്രത്യേകിച്ച് ഇന്ത്യ US കരാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതമാതാവിന് വിറ്റു 140 ഇന്ത്യക്കാരുടെ ഭാവിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തത് എന്നും രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. എന്തായാലും രാഹുലിന്റെ ചില അപകീർത്തികരമായ പരാമർശങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കുമെന്നാണ് ഇപ്പോൾ ചെയറിന്റെ റൂളിംഗും ഉണ്ടായിരിക്കുന്നത്.